സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ പുതിയൊരു നോട്ടിഫിക്കേഷൻ നൽകിയിരിക്കുന്നു. സെൻട്രൽ ആംഡ് പോലീസ് ഫോഴ്സിലേക്ക് ജനറൽ ഡ്യൂട്ടിയായാണ് നിയമനം നടക്കുന്നത്. ഇതുപോലുള്ള വ്യത്യസ്തമായ ജോബ് നോട്ടിഫിക്കേഷൻസ് അറിയുവാൻ ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടൺ കൂടെ എനാബിൾ ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ജോബ് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. കാര്യത്തിലേക്ക് നമുക്ക് വരാം. സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ പുതിയൊരു നോട്ടിഫിക്കേഷൻ നൽകിയിരിക്കുകയാണ്. നേരത്തെ പറഞ്ഞതുപോലെ സെൻട്രൽ ആംഡ് പോലീസ് ഫോഴ്സിലേക്കാണ് ജനറൽ ഡ്യൂട്ടി ആയാണ് നിയമനം നടക്കുന്നത്. മാത്രമല്ല റൈഫിൾമാൻ എന്ന പോസ്റ്റിലേക്കും നിയമനം നടത്തുന്നു. 10th പാസ്സായ 18 വയസ്സിനും 23 വയസ്സിനും ഇടയിലുള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതായത് 2/1/2001 1/1/2006 ഇടയിൽ ജനിച്ചവരായിരിക്കണം. 26,146 ഒഴിവുകളാണ് നിലവിലുള്ളത്. സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷനായിരിക്കും എക്സാം നടത്തുക. ഓൺലൈനായാണ് അപ്ലൈ ചെയ്യേണ്ടത്. ഇനി എക്സാം ഡേറ്റിനെ കുറിച്ചുള്ള വിവരങ്ങളാണ്. 2024 ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലായാണ് എക്സാം നടക്കുക. കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ ആയിരിക്കും നടത്തുക. ഡേറ്റ് കൃത്യമായി പറഞ്ഞിട്ടില്ല. അപ്ലൈ ചെയ്തതിന് ശേഷം ചെക്ക് ചെയ്യാവുന്നതാണ്. സാലറി 21,700 രൂപ മുതൽ 69,100 രൂപ വരെയാണ് സാലറി. 100 രൂപയാണ് ആപ്ലിക്കേഷൻ ഫീ സ്വീകരിക്കുന്നത് ഓൺലൈൻ മോഡായിട്ടാണ്. SBI നെറ്റ് ബാങ്കിംഗ് വഴിയോ ക്രെഡിറ്റ് കാർഡ് അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ചോ ഫീ പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ്. അടുത്തതായി സെലക്ഷൻ പ്രോസസ്സാണ്. 4 കാര്യങ്ങളിലൂടെയാണ് പ്രധാനമായും കാൻഡിഡേറ്റ്സിനെ സെലക്ട് ചെയ്യുന്നത്. അതിലൊന്നാമത്തേത് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ ആയിരിക്കും ഒന്നാമത്തേത്. രണ്ടാമത്തേത് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റും ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റും ആയിരിക്കും രണ്ടാമത്തേത്. മൂന്നാമത്തേത് മെഡിക്കൽ എക്സാമിനേഷൻ ആൻഡ് നാലാമത്തേത് ഡോക്യുമെൻറ്റ്സ് വെരിഫിക്കേഷൻ. ഇത്രയും കാര്യങ്ങൾ വളരെ നിർബന്ധമാണ്. അടുത്തതായി എക്സാമിനേഷൻ പാറ്റേൺ അതെങ്ങനെയാണെന്നുള്ളതാണ് നാം നോക്കുന്നത്. ജനറൽ ഇൻ്റലിജൻസ് 25 എണ്ണവും ജനറൽ നോളജ് ആൻഡ് ജനറൽ അവയർനെസ് 25 എണ്ണവും എലമെൻ്ററി മാത്തമാറ്റിക്സ് 25 എണ്ണവും ഇംഗ്ലീഷ് ഭാഷ അല്ലെങ്കിൽ ഹിന്ദി ഭാഷയിലെ ഇവയിലെ പരിജ്ഞാനം സംബന്ധിച്ച് 25 എണ്ണവും. അങ്ങനെ ടോട്ടൽ 100 ചോദ്യങ്ങളാണ് ഉണ്ടാവുക. കാൻഡിഡേറ്റ്സ് പ്രത്യേകം ശ്രദ്ധിക്കുക, 100 ചോദ്യങ്ങളായിരിക്കും. ഈ 4 തരത്തിൽ നിന്നായിരിക്കും ചോദിക്കുക. ഇനി എങ്ങനെ നമുക്ക് അപ്ലൈ ചെയ്യാം എന്നുള്ളതാണ്. വൺ ടൈം രജിസ്ട്രേഷനായി SSCയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. ലാസ്റ്റ് ഡേറ്റ് വരുന്നത് 31/12/2023 അതിനാൽ കാൻഡിഡേറ്റ്സ് എത്രയും വേഗം അപ്ലൈ ചെയ്യാനായി ഓർമ്മിപ്പിക്കുന്നു. കൂടാതെ മറ്റൊരു ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോയുമായി കേരള കോർണർ എന്ന യൂട്യൂബ് ചാനൽ നിങ്ങളുടെ അരികിലേക്ക് വീണ്ടും എത്തുന്നതാണ്. മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടൺ കൂടെ എനാബിൾ ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വ്യത്യസ്തമായ ജോബ് നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്.